പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അമ്മയുടെയും ഗീതേച്ചിയുടെയും വഴക്കിനിടയിൽ നിന്നും നിളയെ കൂട്ടിക്കൊണ്ടുവന്ന് വരാന്തയിലെ കൈവരിയിലിരുത്തി ആശ്വസിപ്പിക്കുകയാണ് വിനീത്. പോട്ടെ മോളെ, അവരൊക്കെ അങ്ങനെയാണെന്ന് കരുതിയാൽ മതിയെന്ന് വിനീത് പറയും. എപ്പോഴും വഴക്കാ വിനീതേട്ടാ, ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാലും വഴക്കാ എന്ന് നിളയും. എന്നോടും അവർക്ക് വഴക്കാ, മോള് കാണുന്നില്ലെന്ന് വിനീത് ചോദിക്കേ. ഞാൻ പൊന്നുവിന്റെ കളിപ്പാട്ടം എടുക്കാൻ പോയതല്ല, പൊന്നുവിന്റെ കൂടെ കളിക്കാൻ പോയതാ എന്ന് നിളയും. സാരമില്ല, മോൾക്ക് എന്ത് കളിയാ കളിക്കേണ്ടെന്ന് പറ, ഞാൻ കൂടാം എന്ന് വിനീത് ചോദിക്കുന്നുണ്ടെങ്കിലും നിള ടെൻഷനോടെ തന്നെ ഇരിക്കുക. അത് കാണേ, എന്നാ നമുക്കേ പുറത്തൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വരാം. കുട്ടിക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് പറ, ഞാൻ വാങ്ങിച്ചു തരാം. പറ മോളെ, മോൾക്ക് എന്താ വേണ്ടേ? ഈ വിനീതേട്ടൻ വാങ്ങിച്ചു തരുന്നവൻ പറയേ. നിളയും സങ്കടത്തോടെ എനിക്ക് എന്ന് പറഞ്ഞു നിർത്തുമ്പോഴേക്കും നിനക്ക് എന്താണെങ്കിലും പറ മോളെ, ഞാൻ വാങ്ങിത്തരാമെന്ന് വിനീത്. എനിക്കെന്റെ അച്ഛന് വേണം വിനീതേട്ടാ എന്ന് നിള പറയുന്നത് കേൾക്കെ വിനീതും വല്ലാതാവുകയാണ്. അച്ഛനെ കാണണമെന്ന് എപ്പോഴും തോന്നുവാ, പറ എനിക്ക് എന്റെ അച്ഛനെ കാണിച്ചു തരാൻ പറ്റുമോ? അച്ഛനില്ലാതെ എനിക്ക് പറ്റുന്നില്ല വിനീതേട്ടാ എന്നവൾ സങ്കടത്തോടെ പറയേ. മോൾക്ക് അച്ഛനെ എങ്ങനെ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു ഉറപ്പ് ഞാൻ തരാം. അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുമ്പോൾ മോള് എന്റെ അടുത്തേക്ക് വാ. അച്ഛനെ പോലെ ഞാൻ സംസാരിക്കാം, അച്ഛനെ പോലെ ഞാൻ പെരുമാറും, പറ്റുന്ന പോലെയൊക്കെ അച്ഛനെ പോലെ ആവാം എന്ന് പറഞ്ഞ് അമ്മാവനെ അനുകരിച്ചോണ്ട് അനക്ക് എന്തോന്നാണ് കുഴപ്പം? അച്ഛൻ എവിടെയും പോയിട്ടില്ല, അച്ഛൻ ഇവിടെ തന്നെയുണ്ട്, പിന്നെന്തിനാ സങ്കടപ്പെടണ്ട കേട്ടോ എന്നവൻ പറയുന്നത് കേൾക്കേ ഉള്ള സങ്കടത്തോടെ വിനീതിനെ ചേർത്ത് പിടിക്കുക. വിനീതും അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോഴേക്കും അന്ന് രാത്രി അമ്മാവൻ തന്നോട് അവസാനമായി പറഞ്ഞ വാക്കുകൾ ഓർത്തെടുക്കുകയാണ്. മോനെ, ഇത്രയും കാലം നീ എങ്ങനെയാണോ ഈ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെ എല്ലാ കാലവും ഉണ്ടാവണം. അമ്മാവൻ പറയുന്നതും അവൻ ഉറപ്പ് കൊടുക്കുന്നതുമെല്ലാം. അവിടെ ജയപാലനങ്ങളിനെ അന്വേഷിച്ച് തോട്ടത്തിലെത്തിയിരിക്കുകയാണ് കാവേരിയും ഗംഗയും. ഇവിടെ തോട്ടത്തിൽ പണിയെടുക്കുന്ന ശിവരാമേട്ടൻ അവരെ കണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ശിവരാമേട്ട, ജയപാലൻ അങ്കിളുണ്ടോ ഇവിടെ എന്ന് ഗംഗ ചോദിക്കുക. ഉണ്ടല്ലോ എന്ന് ശിവരാമേട്ടൻ പറയേ. ഞങ്ങൾ അങ്കിളിന്റെ വീട്ടിൽ പോയിരുന്നു, തോട്ടത്തിലുണ്ടാവുമെന്നാ പറഞ്ഞത്, എന്നാൽ വിളിച്ചിട്ട് കിട്ടിയതുമില്ലെന്ന് കാവേരി. സാറ് ഭക്ഷണം കഴിച്ചിട്ട് മയങ്ങുവാണെന്ന് തോന്നുന്നു, ആ സമയത്ത് മൊബൈൽ സൈലന്റ് ആക്കിയിടുമെന്ന് ശിവരാമേട്ടൻ പറയും. ഒന്ന് വിളിക്കാവോന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. അതിനെന്താ, നിങ്ങൾ വന്നാട്ടെ, നമുക്ക് നേരിട്ട് പോയി കാണാലോ എന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് പോവുകയാ ശിവരാമേട്ടൻ. അതിനിടയ്ക്ക് അയാൾ പറയുന്നുണ്ട്, ജപ്തിയുടെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, ഒന്ന് വന്ന് കാണണമെന്നുണ്ടായിരുന്നു, വന്ന് കണ്ടിട്ട് എന്ത് ചെയ്യാനാന്ന് പിന്നെ ആലോചിച്ചപ്പോ തോന്നി, വിന്ദൻ സാർ ഉണ്ടായിരുന്നപ്പോ എങ്ങനെ കഴിഞ്ഞിരുന്ന കുടുംബമാണ്, വീട് തിരിച്ചു കിട്ടുന്ന കാര്യത്തിൽ എന്തെങ്കിലും നടപടിയായോ എന്ന് ശിവരാമേട്ടൻ ചോദിക്കേ. അക്കാര്യം അറിയാൻ ജയപാലൻ അങ്കിളിനെ കാണാൻ വന്നതെന്ന് ഗംഗയും. സാർ വിചാരിച്ചാൽ നടക്കും, സാറും ബാങ്കുകാരുമായി നല്ല ഇരുപുവശത്തിന് ശിവരാമേട്ടൻ പറയേ. അതല്ല ശിവരാമേട്ടൻ, ബാങ്കിലെ കുടിശ്ശിക എങ്ങനെയെങ്കിലും തീർക്കണം, അച്ഛൻ ഞങ്ങളുടെ പേരില് രജിസ്റ്റർ ചെയ്യാൻ പോയ തോട്ടത്തിന്റെ പണം തിരികെ വാങ്ങിച്ചിട്ടായാലും എന്ന് കാവേരി. അതാ ഞാനും വിചാരിച്ചത്, ഇടന്നിറങ്ങാനുള്ള വീടല്ലേ തോട്ടത്തേക്കാൾ അത്യാവശ്യമെന്ന് ശിവരാമേട്ടൻ പറയാം. അച്ഛൻ മുഴുവൻ പണവും കൊടുത്തതല്ലേ, നല്ലൊരു സംഖ്യ ഉണ്ടാവുമല്ലോ അതെന്ന് ഗംഗ. പിന്നെ എന്ന് ശിവരാമൻ പറയുമ്പോഴേക്കും ശിവരാമ എന്ന് ജയപാലന്റെ വിളി എത്തുക. ശിവരാമനെ ഭീഷണിയോടെ എന്ന് നോക്കുമ്പോഴേക്കും ശിവരാമനും പേടിച്ച് തല താഴ്ത്തുകയാണ്. അദ്ദേഹം അവരുടെ അടുത്തേക്ക് നടന്നു ചെന്ന് നിങ്ങൾ എപ്പോ എത്തി എന്ന് ചോദിക്കുക. സാറ് ഉറങ്ങുകയായിരിക്കുമെന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു എന്ന് ശിവരാമൻ. വീണ്ടും അയാളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഞാനൊന്ന് മയങ്ങിയതേയുള്ളൂ, അല്ലാതെ ചത്തതല്ല, ചെന്ന് തനിക്ക് പറഞ്ഞിട്ടുള്ള പണി അങ്ങോട്ട് ചെയ്യും ചെല്ലെന്ന് പറയുമ്പോഴേക്കും അയാളും നടന്നു നീങ്ങുകയാ. ജയപാലൻ അവരെയും വിളിച്ച് ആ തോട്ടത്തിലൂടെ നടന്നുകൊണ്ട് എപ്പോഴും വിചാരിക്കും അങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന്, പിന്നോരോ ജോലി തിരക്കല്ലേ. അല്ല മക്കളെ, സുജാതയുടെ വീട്ടിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ എന്ന് അങ്കിൾ ചോദിക്കേ. അങ്കിളെ, ഞങ്ങളുടെ വീട് തിരിച്ചെടുക്കുന്നതിന്റെ കാര്യം സംസാരിക്കാനാ വന്നത് എന്ന് കാവേരി പറയുന്നുണ്ട്. വീട് തിരിച്ചെടുക്കാൻ എന്ന് അമ്പരപ്പോടെ അങ്കിൾ ചോദിക്കേ. വീട് തിരിച്ചു കിട്ടുമെന്ന് അങ്കിളും കൂടി പറഞ്ഞു ഉറപ്പില്ലല്ലേ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതെന്ന് കാവേരി ചോദിക്കുക. ജയപാലനും ഒരു ചിരിയോടെ അതോർത്തെടുത്ത് ഓ അത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയേ. വീട് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം അങ്കിളെ എന്ന് ഗംഗയും. അതിനുള്ള പണം നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ മോളെ, ഉണ്ടായിരുന്നെങ്കിൽ അരവിന്ദന്റെ വീട് അവർക്ക് വിട്ടുകൊടുക്കുമായിരുന്നു എന്ന് ജയപാലൻ ചോദിക്കേ. ആ പണത്തിന്റെ കാര്യം അങ്കിളെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാവേരി പറയേ. അല്ല, നിങ്ങൾ എന്താ ആലോചിച്ചെന്നാ എന്ന് ജയപാലൻ. ഗംഗേച്ചിയുടെ നിശ്ചയം കഴിഞ്ഞ അച്ഛനൊരു തോട്ടം ഞങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതിന് കൊടുത്ത പണം തിരികെ വാങ്ങിയാലോ എന്ന് ആലോചിക്കുക എന്ന് കാവേരി പറയേ. വലിയ തോട്ടമല്ലേ, നല്ല മുതൽ മുടക്കും വരും, ആ പണം തിരികെ വാങ്ങി വീടിന്റെ കുടിശ്ശിക തീർത്ത ബാക്കി പണം ബാങ്കിലിടും, അതിന്റെ പലിശ കൊണ്ടാണെങ്കിലും തൽക്കാലം പിടിച്ചു നിൽക്കാലോ അങ്കിളെ എന്ന് ഗംഗയും പറയുന്നത് കേൾക്കെ ജയപാലൻ ആലോചനയോടെ നിൽപ്പാ. കാവേരിയും അങ്കിൾ എന്താ ആലോചിക്കുന്നേ? ഞങ്ങൾക്കിനി തോട്ടവും പത്രാസും ഒന്നും വേണ്ട അങ്കിളെ, സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ഒരു വീട് അത്യാവശ്യം എന്ന് കാവേരിയും പറയുന്നത് കേൾക്കെ ജയപാലൻ മുന്നോട്ട് നീങ്ങി ആലോചനയോടെ നിൽക്കുന്നത് കണ്ട് കാവേരിയും ഗംഗയും സംശയത്തോടെ പരസ്പരം നോക്കുകയാ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് അങ്കിൾ എന്താ ഒന്നും മിണ്ടാ എന്ന് ചോദിക്കേ. കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ ആണെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നേ എന്നങ്കിൾ പറയുന്നത് കേൾക്കെ. എന്താ അങ്കിളെ എന്ന് സംശയത്തോടെ ഗംഗ. ഇല്ല മക്കളെ, ഈ പണം തിരികെ വാങ്ങിയ ബാങ്കിലെ കടം വിട്ട വീട് തിരിച്ചെടുക്കുകയും ചെയ്യാം, ബാക്കി പണം ബാങ്കിലിട്ട
ആ പലിശ കൊണ്ട് ജീവിക്കുകയും ചെയ്യും. മോള് പറഞ്ഞതുപോലെ ചെറിയ തുകയൊന്നുമല്ലല്ലോ. പക്ഷേ തോട്ടത്തിനുള്ള പണം അരവിന്ദൻ കൊടുത്തിട്ട് വേണ്ടേ എന്ന് അങ്കിൾ പറയുന്നത് കേൾക്കെ ഒരു ഞെട്ടലോടെ നിൽപ്പ ഗംഗയും കാവേരിയും. പണം അച്ഛൻ കൊടുത്തില്ലെന്നോ എന്ന് ഗംഗ സംശയത്തോടെ ചോദിക്കെ. തോട്ടത്തിനുള്ള പണം മുഴുവൻ കൊടുത്തു തീർത്തെന്നാണല്ലോ അങ്കിളെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. അല്ല, കൊടുക്കുമെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷേ കൊടുത്തിട്ടില്ല എന്നങ്ങൾ പറയേ. ഗംഗച്ചിയുടെ നിശ്ചയം കഴിഞ്ഞാലുടൻ തോട്ടത്തിന്റെ രജിസ്ട്രേഷൻ എന്നാണല്ലോ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പണം കയ്യിലില്ലാതെ അതെങ്ങനെ നടക്കുമെന്ന് കാവേരി. ഗംഗയുടെ നിശ്ചയം കഴിയുമ്പോഴേക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ നിന്ന് എന്തിന്റെയോ പണം വരും. അപ്പോ അത് വെച്ച് രജിസ്ട്രേഷൻ നടത്താന്നൊക്കെയാ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിപ്പോ അരവിന്ദൻ പോയി ഇനി എന്ത് കമ്പനിയാ? എന്തിന്റെ കാശ? അവരത് തരുമെന്ന് എന്താ ഉറപ്പ്? അവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, ആദ്യം വീടിന്റെ കടം വീട്ടാൻ. ആദ്യം ഗംഗയുടെ കല്യാണമെന്നും പറഞ്ഞ് ഒറ്റപ്പിടിയാലെ നിൽക്കുമായിരുന്നു. പറഞ്ഞിട്ട് ആര് കേൾക്കാനാ? കല്യാണത്തിനുള്ള സ്വർണം എടുത്തപ്പോഴേക്കും കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നു. എന്നെങ്കിൽ പറയുന്നത് കേൾക്കെ ഗംഗയും സങ്കടത്തോടെ കരയാൻ തുടങ്ങുകയാ. അപ്പോ അച്ഛൻ തോട്ടത്തിനുള്ള അഡ്വാൻസ് ആയി ഒരു സംഖ്യയും കൊടുത്തില്ല അങ്കിളെ എന്ന് കാവേരി സംശയത്തോടെ ചോദിക്കുന്നത് കേൾക്കെ. അല്ല, മോൾക്ക് എന്താ എന്നെ വിശ്വാസമില്ല? ഞാൻ കള്ളം പറഞ്ഞെന്നാണോ എന്ന് ജയപാലനും ചോദിക്കുക. അയ്യോ, അങ്കിൾ കള്ളം പറഞ്ഞു എന്നല്ല, അറിയാൻ വേണ്ടി ചോദിച്ചെന്ന് കാവേരി ചോദിക്കേ. അതിപ്പോ 19,000 കൊടുത്തു കാണും ചിലപ്പോൾ. അത് വേണേൽ നമുക്ക് തിരിച്ചു ചോദിക്കാം. പക്ഷേ അത് ഉടമസ്ഥൻ തിരിച്ചു തരുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഈ കച്ചവടം പാളിപ്പോയ സ്ഥിതിക്ക് അഡ്വാൻസ് തിരിച്ചു തരേണ്ട കാര്യമൊന്നും അയാൾക്കില്ല. അല്ല, അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ നിന്ന് തരാം എന്ന് ജയപാലൻ പറയുമ്പോഴേക്കും അയ്യോ അങ്കിൾ, അതൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാ വന്നതെന്ന് പറഞ്ഞ് കാവേരി സങ്കടത്തോടെ കരയുന്ന ഗംഗയെ നോക്കിക്കൊണ്ട് പോവാമെന്ന് ആംഗ്യം കാണിക്കുകയും ജയപാലനോട് യാത്ര പറഞ്ഞ് അവർ നടന്നു നീങ്ങുമ്പോഴേക്കും അവർ രണ്ടുപേരും സംശയത്തോടെ ഒരു നിമിഷം നിന്ന് പരസ്പരം നോക്കിക്കൊണ്ട് വീണ്ടും ജയപാലന്റെ അരികിലേക്ക് ചെന്ന് ഗംഗ പറയുന്നുണ്ട്. എങ്കിലേ ഒരു സംശയം കൂടി. അതുകൾക്ക് എന്തായെന്ന് ചോദിക്കെ. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി അങ്കിളിനെയല്ലേ കാണാൻ വന്നത് എന്ന് കാവേരി ചോദിക്കെ. എന്ന് ആരാ പറഞ്ഞേ എന്ന് ജയപാലൻ. നിങ്ങൾക്കത് മനസ്സിലായ അങ്കിളെ എന്ന് ഗംഗ പറയേ. അങ്കിള് ശരിയാണോ എന്ന് പറയെന്ന് കാവേരി. പരുങ്ങലോടെ ജയപാലനും അതിന് തലയാട്ടുമ്പോഴേക്കും അന്ന് അച്ഛന്റെ മനസ്സിന് സങ്കടം തട്ടുന്ന എന്തോ സംഭവമുണ്ടായി. അങ്കിളിനതറിയാം, പക്ഷെ ഇതുവരെ ഞങ്ങളോട് ആരോടും അങ്കിൾ അത് പറഞ്ഞിട്ടില്ല എന്ന് കാവേരി പറയേ. എന്താ അങ്കിളെ അതെന്ന് ഗംഗയും. അരവിന്ദൻ അവസാനമായി കാണാൻ വന്നത് എന്നെയാണെന്നുള്ളതും അവന്റെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ചില സംഗതികൾ ഉണ്ടായി എന്നതുമൊക്കെ ശരിയാ. ഞാനത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കമ്പനിയിൽ നിന്ന് പണം വരുമെന്ന് അരവിന്ദൻ ഉറപ്പ് കൊടുത്ത അവസാനത്തെ ദിവസമായിരുന്നു അന്ന്. അതുവരെ അറിയിപ്പൊന്നും കിട്ടാതായപ്പോ അരവിന്ദൻ അങ്ങോട്ട് പലവട്ടം വിളിച്ചു. പണം കിട്ടുന്നത് നീളുമെന്നോ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടെന്നൊക്കെയാ അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. വലിയ സങ്കടത്തിലായിരുന്നു അവൻ. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു എന്ന് പറഞ്ഞ് അവൻ കരയുകയായിരുന്നു. എടാ, എന്തും നമുക്ക് ഒരുമിച്ച് നേരിടാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച അരവിന്ദനെ ഞാൻ അങ്ങോട്ട് വിട്ടത്. അവൻ എന്ന് പറഞ്ഞ് ജയപാലൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് സങ്കടം അഭിനയിക്കുകയാ. അന്ന് ഞങ്ങളെ പോവുക അങ്കിളെ എന്ന് പറഞ്ഞ് ഗംഗയും കാവേരിയും നടന്നു നീങ്ങുമ്പോഴേക്കും അരവിന്ദനും വിജയീഭാവത്തിൽ അവരെ നോക്കി സന്തോഷത്തോടെ ചിരിക്കുകയാ. അവിടെ വിനീതിന്റെ വീട്ടിൽ നീളയുടെ മുടി ചീകിക്കൊണ്ടിരിക്കുകയാണ് യമുന. അപ്പുറത്തെ സെറ്റിൽ ശാരദയും കിടപ്പുണ്ട്. വിനീതേട്ടൻ ഇനി എപ്പോഴാ വരാന്ന് നീള ചോദിക്കേ. വിനീതേട്ടന് കടയിൽ തയ്ക്കാനില്ലേടി, നിന്നെ നോക്കി ഇരുന്നാ മതിയോ യമുനയും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു കുടത്തിൽ വെള്ളവുമായി അതിലെ വരുന്ന ഗീത അവരുടെ കിടപ്പും ഇരിപ്പുമെല്ലാം നോക്കിക്കൊണ്ട് ആ കുടം ശബ്ദത്തോടെ നിലത്തേക്ക് വെച്ച് അമ്മയെന്ന് ദേഷ്യത്തോടെ ഉറക്കെ വിളിക്കുന്നത്. ആ ബഹളം കേട്ട് ശാരദയും ഞെട്ടിയുണർന്ന് നോക്കുമ്പോഴേക്കും എന്താടിയെന്ന് ചോദിച്ച് സുജാതയും അങ്ങോട്ടെത്തുകയാണ്. ദാസേട്ടന്റെ വീട്ടിൽ പിടിപ്പത് പണിയുണ്ട്, ഒന്ന് നടു നിവർത്താമെന്ന് വിചാരിച്ച ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നിട്ട് നട്ടല് പൊട്ടുന്ന പരിപാടി ചെയ്യാനാണെങ്കിൽ എനിക്ക് അവിടെ നിന്നാ പോരെ എന്നവൾ അമ്മയോടായി ചോദിക്കേ. അപ്പൊ നീ എന്റെ കാര്യമെന്ന് ഓർത്ത് നോക്കിക്കേ. ഇതിനു മുമ്പ് എന്റെ വിനീതിന്റെ രണ്ടാളുടെ കാര്യം നോക്കിയാൽ മതിയായിരുന്നു. വിനീതാണെങ്കിൽ അവന്റെ തുണിയൊക്കെ കഴുകുന്നത് സ്വന്തമായിട്ടാ. ഇപ്പൊ ഒരു ലോഡ് ആള് തീറ്റയും കുടിയുമൊക്കെ കഴിഞ്ഞിട്ട് കഴിച്ച പാത്രം പോലും പറയുമ്പോ 4-5 പെണ്ണുങ്ങളാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓ, എന്തെങ്കിലും പറയാൻ വിനീത് സമ്മതിക്കും എന്നമ്മ ചോദിക്കേ. ഇവിടുത്തെ മോട്ടോർ കേടാണെന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയോ എന്ന് ഗീതയും ചോദിക്കുന്നുണ്ട്. ഇട്ട് കുടിക്കാൻ മുതൽ കുളിമുറിയിലേക്ക് വെള്ളം വരെ വേണം. 10 ആൾക്കുള്ളത് കോരി നിറച്ച് എന്റെ നടുവൊടിയാ. അതിനിടയിൽ നോക്കുമ്പോ ഒരു സൈഡില് ബ്യൂട്ടി പാർലർ, വേറൊരു സൈഡില് സുഖ ഉറക്കം. ഇവരാരും ഇങ്ങോട്ട് ടൂർ വന്നതൊന്നുമല്ലല്ലോ എന്ന് ഗീതയുടെ ചോദ്യം കേൾക്കേ. നല്ല തലവേദന കാരണം ഒന്ന് കിടന്നുപോയതാ മോളെ എന്ന് ശാരദയും. ഓ, തലവേദനയായിരുന്നോ? ആംബുലൻസ് വിളിച്ച് ICUവിൽ അഡ്മിറ്റ് ചെയ്യാത്തത് എന്താ അമ്മ? ആൾക്കാർക്കൊക്കെ തലവേദന വന്നാൽ അങ്ങനെയല്ലേ, വലിയ അസുഖമല്ല എന്ന് ഗീത കളിയാക്കുമ്പോഴേക്കും വഴിതെറ്റി വന്നു പോയതാ. ഇതിന്റെ പേരിൽ ഇങ്ങനെ പരിഹസിക്കരുതെന്ന് ശാരദ. വഴിതെറ്റാതെ നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ, അന്നൊന്നും ഈ വഴി ആർക്കും ഓർമ്മ വന്നില്ലല്ലോ എന്ന് ഗീതേച്ചി ചോദിക്കുന്നത് കേൾക്കെ. എന്ത് ജോലിയാ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തു തരാം, അമ്മയെ ശല്യം ചെയ്യണ്ട. പാവത്തിന് ഇന്നലെ രാത്രി മുതൽ വലിയ തലവേദനയായിരുന്നു എന്ന് യമുന പറയുന്നത് കേൾക്കെ. ജാതയും ഗീതയോടായി കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ഗീതയും എന്ത് ജോലിയാ ചെയ്യേണ്ടെന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് കിണറിൽ നിന്ന് വെള്ളം കോരുന്ന യമുനയെയും അരികെ നിൽക്കുന്ന നിളയെയുമാണ്. കിണറിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന നിളയെ
മാറി നിൽക്കെന്ന് പറഞ്ഞ് യമുന വഴക്കു പറയുന്നുണ്ട്. അവൾ കുടത്തിലെല്ലാം വെള്ളം കോരി ഒഴിക്കുമ്പോഴേക്കും ഞാൻ കൊണ്ടുപോകട്ടെ യമുനേച്ചി എന്ന് നില ചോദിക്കുന്നുണ്ട്. നിന്നോട് ഇവിടെ അടങ്ങി നിൽക്കാനല്ലേ പറഞ്ഞതെന്ന് യമുന ചോദിക്കേ. എന്നാ ഞാൻ നിറയ്ക്കാമെന്ന് നിളയേണ്ട, ഞാൻ തന്നെ എടുത്തു പോയിക്കോളാം എന്ന് പറഞ്ഞ് കുടം എടുത്തു വെച്ചുകൊണ്ട് അങ്ങോട്ട് നീങ്ങി നിന്നെന്ന് പറഞ്ഞ് കുടവുമായി പോവുകയായി യമുന. നിള കിണറും ചളി നിൽക്കുമ്പോഴാണ് പേരക്കയും കടിച്ച് മുറ്റത്തൂടെ ഗീത അതുവഴി വരുന്നത്. അവളുടെ ആ നിൽപ്പ് കണ്ട് ദേഷ്യത്തോടെ ആഹാ കൊച്ചു തമ്പുരാട്ടി മേലനങ്ങാതെ നിന്ന് വിഴുങ്ങാന്നാ എന്ന് ചോദിച്ച് വഴക്കു പറയുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന യമുനയും അവളെ വെള്ളം കോരിയത് ഞാൻ ചുമന്നുകൊണ്ട് വെക്കാമെന്ന് വെച്ചു എന്ന് പറയുക. എങ്കിൽ കൊള്ളാം, ഇന്നു മുതൽ ജോലി ചെയ്യാതെ ആർക്കും ഇവിടെ ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് ഗീതയും അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോഴേക്കും യമുനയും തൊട്ടി കിണറ്റിലേക്കിട്ട് കയറിൽ പിടിച്ചു വലിച്ച് ഞാനേ അകത്തേക്ക് പോയി കഴിയുമ്പോഴേ ഈ തൊട്ടി കിണറ്റിലേക്കിട്ട് ഇങ്ങനെ വെള്ളം കോരുന്ന പോലെ ശബ്ദമുണ്ടാക്കണം, മനസ്സിലായോ എന്ന് യമുന ചോദിക്കേ. അത് സമ്മതിച്ച് ഞാൻ കോരാൻ ചേച്ചി എന്ന് നീള പറയുന്നു. അവളെ തടഞ്ഞ് ഒറ്റ അടിയങ്ങ് വെച്ചു തരുഞ്ഞ പറഞ്ഞത് കേട്ടാ മതി എന്ന് പറഞ്ഞ് യമുന വെള്ളം കോരി കൂടെ നിറച്ച് അതുകൊണ്ടുപോയി നിറയ്ക്കുകയാണ്. കുറെ അധികം വെള്ളം കൊണ്ടുപോയി നിറച്ചു കഴിഞ്ഞ് യമുന ക്ഷീണത്തോടെ നിൽക്കുമ്പോഴേക്കും ഗീത വീണ്ടും അങ്ങോട്ട് വന്ന് വീട്ടിലേക്കുള്ള വെള്ളം ഇനി ഒരാൾ കോരിയാ മതി, പോയി തുണിയൊക്കെ അലക്കിയിടുന്ന യമുനയോടായി പറയുക. വെള്ളം കോരി കഴിഞ്ഞിട്ടെന്ന് യമുന പറയേ നീ പറയുന്നത് കേട്ടാ മതി, ഇവിടെ നീ എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ, ബാക്കിയുള്ളത് നീ കോരിയാ മതിയെന്ന് നിളയോട് പറയേ. അല്ല ഞാനെന്ന് യമുന പറയുന്നുണ്ടെങ്കിലും നിന്നോട് പോവാനല്ലേ പറഞ്ഞു, അക്കച്ചിയുടെ ഒരു കുഞ്ഞുവാവ നീ പോടി. ഗീത പറയുമ്പോഴേക്കും യമുനയും അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. ഇത് നിളയോടായി പെട്ടെന്ന് കോരി നിറയ്ക്കേ, അത് കഴിഞ്ഞിട്ട് വേറെ ജോലിയുള്ളതാ മനസ്സിലായോ എന്ന് ചോദിച്ച് ഗീതയും അവിടുന്ന് പോവുകയാണ്. നിള പരിഭ്രമത്തോടെ കിണറിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ആ തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിട്ട് വെള്ളം കോരാനായി തുടങ്ങുകയാണ്. തൊട്ടിയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞ് ഏന്ത് വലിഞ്ഞ് വെള്ളം കോരാൻ ശ്രമിക്കുന്ന നിളയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.